കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ ഒരു മഹാനായ വിദ്വാൻ മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിഞ്ഞു എന്നൊക്കെ പറയുന്നൊരു വാർത്ത കാണാനിടയായി. അത് വാട്സപ്പിലൂടെ അയച്ചുവെന്നും മോളുടെ വിവാഹബന്ധം വേർപെടുത്തിയെന്നുമൊക്കെയാണ് പെൺകുട്ടിയുടെ ഉപ്പ പറയുന്നത്. ഒരു കാര്യം ആമുഖമായി പറയാനുള്ളത്, ഇത്തരം കുടുംബ ബന്ധങ്ങളുടെ ഈ ബന്ധമൊഴിയലുകൾക്കും ഈ പറയുന്ന സംഗതികൾക്കുമൊക്കെ ഈ വാർത്തകളായി വരുന്ന പല സംഭവങ്ങൾക്കുമപ്പുറം വേറൊരുപാട് കാരണങ്ങളുണ്ടാവാം. പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വാർത്തയ്ക്ക് വേണ്ടി പറയുന്നതെങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവം. എന്നാലും ഈ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ചാടി വീണ് മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ബാധ്യത ഇസ്ലാം മതത്തിലെ പണ്ഡിതന്മാർക്കാണ്. നമ്മുടെ ഷാഹിറ എടക്കാട് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിനിയായ സഹോദരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ പണ്ഡിത പ്രമുഖർക്ക് ഇത്തരം വാർത്തകളിലൊന്നും പ്രതികരിക്കാനില്ലേ? ഷാഹിറ ഈ നേരം വെളുക്കുമ്പോൾ ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കും ഇസ്ലാമിനും പിന്നെ മദീനയിൽ അടങ്ങിയിരിക്കുന്ന പ്രവാചകൻ്റെയും പരിപാടി ഈ പേരിലുള്ളവരോ അല്ലെങ്കിൽ പേരുകാരായ ആളുകളോ ഈ നാട്ടിൽ മുഴുവൻ നടന്ന് ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളുടെയും മറുപടി പറയാനും അല്ലെങ്കിൽ അതിൻ്റെ പിന്നെന്താ പറയുന്നത് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാനും ഒക്കെയാണ് എന്നാണ് ഷാഹിറ വിശ്വസിക്കുന്നത്. ഷാഹിറ കാണേണ്ടത് ഇപ്പോൾ ഈ പേരുമായി ഷാഹിറ നടന്ന് ചെയ്യുന്നതിനെല്ലാം എന്തെങ്കിലും പ്രവൃത്തികൾ മോശമായി ചെയ്താലും ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? എന്താ ഈ ബാധ്യത ഈ സമുദായത്തിനും പണ്ഡിതന്മാർക്കും മാത്രമേ ഉള്ളൂ? ഈ സമൂഹത്തിൽ നടക്കുന്ന എന്തെല്ലാം വ്യത്യസ്തമായ കൊള്ളരുതായ്മകൾ വരുമ്പോഴാരും ഒരാൾ പോലും പറയുന്നില്ല ആ മതത്തിൻ്റെ മറുപടി എന്താണ്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ശ്രീരാമൻ എന്ത് പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് പറഞ്ഞു, മഹാവിഷ്ണു എന്ത് പറഞ്ഞു എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പക്ഷേ ഈ പേര് വെച്ച് ആരെങ്കിലും ചെയ്താൽ ഉടനെ പണ്ഡിതന്മാർ അപ്പോൾ കുണ്ഠിതപ്പെട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഷാഹിറയെപ്പോലുള്ളവർക്ക് മണ്ഡിതം വരുന്ന ഒരു കാലമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഷാഹിറ എടക്കാട് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കടിയിലേക്ക് സമാധാന മതം, പിന്നെ അതുപോലെ പ്രവാചകൻ, അതുപോലെ പണ്ഡിതന്മാരെ, പിന്നെ ഏറ്റവും മോശമായ പദങ്ങൾ കൊണ്ടൊക്കെ എഴുത്താണ്. സംഗതി എന്താ? രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചു. എന്നിട്ട് കല്യാണം കഴിച്ച ആ പെൺകുട്ടിയും പിതാവും വന്നിട്ട് പറഞ്ഞു വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയത്രേ. അതാണ് അവരുടെ പരാതി. അത് പരാതിയാണ്, പോലീസൊന്നും പറഞ്ഞതല്ല. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പരാതി കൊടുക്കുമ്പോൾ എന്തെല്ലാം തരത്തിലെ പരാതികൾ എഴുതി കൊടുക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് സഹോദരങ്ങൾ തമ്മിലൊരു അയൽവഴക്കുണ്ടായാൽ രണ്ടുപേരും എഴുതി കൊടുക്കുന്നത് പലപ്പോഴും രണ്ടുപേരുടെയും ഭാര്യമാരെ, രണ്ടുപേരുടെയും ഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിച്ചു എന്നും പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെയാണ് പരാതി കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഈ പരാതി എന്താണ്, അതിൻ്റെ വാസ്തവം എന്താണ്, അതിലെന്താ സത്യം, ഇതൊന്നും നമുക്കറിയില്ല. ഇനി ഉള്ളത് തന്നെ ആവട്ടെ, ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധനോ ഒരു ഭ്രാന്തമായ മനസ്സുള്ളവനോ വൃത്തികെട്ടവന്മാരോ അങ്ങനെ ഏതെങ്കിലും സമുദായം അവകാശപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സമുദായത്തിൽ ഒരു വൃത്തികെട്ടവന്മാരുമില്ല, എല്ലാവരും നല്ലവരാണ് എന്നാരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തും പ്രവാചകൻ പ്രബോധനം ചെയ്തിരുന്ന കാലത്തും ആ സമൂഹത്തിൽ പോലും വൃത്തികെട്ടവന്മാരുണ്ടായിരുന്നു. അന്നും വൃത്തികേടുകൾ കാണിച്ചവരും ചെയ്തവരും ഒക്കെ ഉണ്ട്. പേരൊക്കെ എല്ലാവരുടെയുമാണ്. പിൽക്കാലത്തുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്, എന്നുമുണ്ട്, അവസാനം വരെ ഉണ്ടാവും. അത് ഒരു സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ മുത്തലാഖ് ചൊല്ലിയതുപോലെ തന്നെ ഫെബ്രുവരി 10-ാം തീയതിയോ 2-ാം തീയതിയോ മറ്റോ കല്യാണം കഴിഞ്ഞ ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു. ആ സഹോദരിയുടെ പേര് ആർദ്രയെന്നോ അർച്ചനയെന്നോ മറ്റോ. അപ്പോൾ അവിടെ എല്ലാവരും തെറി വിളിക്കുന്നത് അമ്മായി അമ്മയും മരുമകനെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും ബാക്കിയുള്ളവരെയോ. പക്ഷേ ഇവിടെ തെറി വിളിക്കുന്നതൊന്നും ഈ പ്രവൃത്തി ചെയ്ത വാപ്പയെയോ മകനെയോ ഒന്നുമല്ല. ഇവിടെ തെറി വിളിക്കുന്നത് മുഴുവൻ മതത്തെയും പ്രവാചകനെയും ഇസ്ലാമിനെയും ഒക്കെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് ഉൾക്കൊള്ളാനാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുമല്ലോ, എന്തെങ്കിലും ഉള്ള മാവിലാണ് കല്ലെറിയാറുള്ളതെന്ന് എന്ന് പറയുന്നത് പോലെ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഇതൊക്കെ പറയാനും ചോദിക്കാനുമൊക്കെ ഒരു ഗ്രൗണ്ടും സ്പേസും ഉണ്ടെന്ന് തോന്നുന്ന ഒരു മഹത്വമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മസ്കറ്റ് ഹോട്ടലിൽ നിന്നോ KTDC ന്നോ ആഹാരം കഴിച്ച് വയറിളകിയാൽ അത് വലിയ വാർത്തയാവും. എന്നാൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ച് വയറിളകിയാൽ അത് വലിയ വാർത്തയാവില്ല. അത് ആ KTDCയുടെ ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഈ വൃത്തികെട്ടവനൊരാൾ ചെയ്താൽ ആ വൃത്തികേട് പറഞ്ഞാൽ പോരെ.
കള്ളന്മാർ ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. പീഡിപ്പിക്കുന്നവർ ഹിന്ദുക്കളിലുണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. പിന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരെല്ലാത്തിലുമുണ്ട്. പെണ്ണും പിള്ളേ മക്കളെ നോക്കാത്തവന്മാരെല്ലാ മതത്തിലുമുണ്ട്. എന്ന് വിചാരിച്ച് ഇസ്ലാം മതത്തിൻ്റെ പേര് മാത്രം കേൾക്കുമ്പോഴാണ് ഈ നമ്മുടെ ഷാഹിറായെ പോലുള്ളവർക്ക് മതപണ്ഡിതന്മാർ എന്ത് പറയുന്നു. മതപണ്ഡിതന്മാരുടെ നേരം വെളുത്താനുള്ള ജോലി എന്താ? ഇതുപോലുള്ളവന്മാരൊക്കെ ചെയ്യുന്നതാണെന്ന് പറയാനാണ്. ഇനിയിപ്പോൾ ഷഹീറ മതം വിട്ടു, അതിനെക്കുറിച്ച് മതപണ്ഡിതന്മാർ എന്ത് പറയുന്നു വെച്ചാൽ അത് ഷഹീറയുടെ ഇഷ്ടമാണ് വിട്ടത്. അതിന് മതപണ്ഡിതന്മാരെന്താ പറയേണ്ടത്? അതുകൊണ്ട് ഇങ്ങനെ മതപണ്ഡിതന്മാർ പറഞ്ഞതോർത്ത് കുണ്ഠിതപ്പെട്ട് മണ്ഡിതപ്പെടാതെ എന്തെങ്കിലും പരിപാടി നോക്കി ജീവിക്കാൻ നോക്ക്.